ഹരേ രാമ ഹരേ കൃഷ്ണ. ഇന്ന് മോക്ഷത്തെക്കുറിച്ച് പറയാം. മോക്ഷം എന്നത് സ്വർഗപ്രാപ്തിയോ ഭൗതിക സുഖമോ അല്ല. അത് മനഃശാന്തിയുടെയും ആത്മസാക്ഷാത്കാരത്തിൻ്റെയും അവസ്ഥയാണെന്ന് ഭഗവത്ഗീത പറയുന്നു. ഫലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുക, ഞാൻ ശരീരമല്ല ആത്മാവാണെന്ന ബോധം നേടുക, പരമഭക്തിയുടെ അഹങ്കാരം വിട്ട് സമർപ്പിത ജീവിതം നയിക്കുക എന്നീ മാർഗങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതകാലത്തു തന്നെ മോക്ഷം പ്രാപ്തമാക്കാമെന്ന് ഭഗവത്ഗീത പറയുന്നു. മോക്ഷം ഇവിടെ തന്നെ, ഈ ഭൂമിയിൽ തന്നെ നേടാം. അഹംഭാവം വിട്ട് സ്വാർത്ഥത ഒഴിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളും പുനർജന്മങ്ങൾ, ബന്ധങ്ങൾ എല്ലാം അജ്ഞാനത്തിൻ്റെ ഫലമാണ്. ജ്ഞാനപ്രകാശം ലഭിക്കുമ്പോൾ ആത്മാവ് തിരിച്ചറിയുന്നു, അഹം ബ്രഹ്മാസ്മി, ഞാനാണ് ബ്രഹ്മം. ഈ ബോധമാണ് യഥാർത്ഥ മോക്ഷം. അതാണ് ആത്മജ്ഞാനം. ജഗത് ആദിശങ്കരൻ ഒരു ജ്ഞാനയോഗിയാണ്. ആചാര്യസ്വാമികളും പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷം ലഭിക്കും എന്നാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ മോക്ഷത്തിലേക്കുള്ള 2 പ്രധാന വഴികൾ ചൂണ്ടിക്കാട്ടുന്നു. വിവേകത്തിൻ്റെ മാർഗം, ജ്ഞാനയോഗം. യഥാർത്ഥമായത് ഈശ്വരൻ മാത്രമാണെന്നും അല്ലാത്ത എല്ലാ ലോകവസ്തുക്കളും ക്ഷണികമാണെന്നുമുള്ള അചഞ്ചലമായ വിശ്വാസമാണ് നമ്മിലെ മോക്ഷഭാവം കണ്ടെത്താനുള്ള ഒരു മാർഗരേഖ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദർശനം. സ്നേഹത്തിൻ്റെ മാർഗം, ഭക്തിയോഗം. നിഷ്കാമ ഭക്തി, അതായത് നിറഞ്ഞ മനസ്സോടെ ഈശ്വരന് വേണ്ടി കേഴുക എന്നത് തന്നെയാണ് ഭക്തിമാർഗം. കലിയുഗത്തിൽ മോക്ഷം നേടാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാക്കി അദ്ദേഹം ഇതിനെ കണക്കാക്കി. മനുഷ്യ മനസ്സ് എന്ന അക്ഷയപാത്രത്തിലെ സ്നേഹം, ഭക്തി, അനുകമ്പ എന്നു തുടങ്ങിയ 100,000 സദ്ഗുണങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന അമൃതാണ് മോക്ഷം. ചിലർക്ക് അത് ഒരു മിന്നൽ പോലെ ലഭിക്കുമെങ്കിൽ മറ്റു ചിലർക്ക് അത് കഠിനപാത താണ്ടേണ്ടി വരും. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.